ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, BTSന് ബ്രാൻഡിങ്ങിനോട് രസകരമായ ഒരു സമീപനമുണ്ട്. അതുകൊണ്ട് തന്നെ 2017 അവരവരുടെ പേരിൻ്റെ ഒരു വ്യാഖ്യാനവും അതുപോലെ തന്നെ ആഴത്തിലുള്ള പ്രതീകാത്മക അർത്ഥവുമുള്ള ഒരു പുതിയ ലോഗോ കൊണ്ടുവന്നു. വളരെയധികം സമയമെടുത്താണ് ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് പഴയ ലോഗോ മാറ്റി പുതിയ ലോഗോ നിർമ്മിച്ചെടുത്തത്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ BTSൻ്റെ ലോഗോയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. 2013 യഥാർത്ഥത്തിൽ BTS അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് 2010 തന്നെ ബാൻഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് ഒരു ഓപ്പൺ സെലക്ഷനിലൂടെ ഡാൻസും പാട്ടും അറിയാവുന്ന 7 ഹാൻസം ബോയ്സിനെ അവരുടെ മെൻസ് ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്തു. ആദ്യമേ അവർ ഈ ബോയ്സ് ഗ്രൂപ്പിനെ ബിഗ് കിഡ്സ് അല്ലെങ്കിൽ യങ് നേഷൻ എന്നാണ് വിളിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ 7 പേരുടെ ടീം ക്രിയേറ്റ് ആയപ്പോൾ തന്നെ പ്രൊഡ്യൂസേഴ്സ് പുതിയൊരു നെയിമുമായിട്ട് വന്നു, ബോയ് സ്കൗട്ട്സ് ബുള്ളറ്റ് പ്രൂഫ്. ഫസ്റ്റ് ആർക്കും ഈ പേര് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ അതിൻ്റെ മെയിൻ ചിപ്പ് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ഐഡിയ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ആദ്യം അവർ ഫോക്കസ് ചെയ്തത് ഒരു ആർമി തീമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫസ്റ്റ് പെർഫോമൻസ് ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ഈ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് അവരുടെ ഒരു ട്രേഡ് മാർക്കായിട്ട് വരികയും അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ലോഗോയിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം നമുക്കിനി BTSൻ്റെ ഫസ്റ്റ് ലോഗോയിലേക്ക് പോകാം. ഇതാണ് BTSൻ്റെ ഫസ്റ്റ് ലോഗോ. 2013 മുതൽ 2016 വരെ ഈ ലോഗോ യൂസ് ചെയ്തു. ഈ ഫസ്റ്റ് ലോഗോ കുറച്ച് അലങ്കോലപ്പെട്ടതാണെന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് ഇതിൽ കുറേയധികം പോക്കറ്റുകളുള്ള ഒരു ബോഡി ആർമർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ റേസ് ഇതിൻ്റെ സറൗണ്ടിങ്ങിലായിട്ടുണ്ട്. 2 സൈഡിലും മുകളിൽ നമുക്ക് ഓരോ ലൈറ്റ്നിങ് ബോൾട്ട് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ ലോഗോയുടെ സെൻറ്ററിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ സിൽവർ കളറിൽ നമ്മുടെ ലോഗോ ഷോർട്ട് ഫോം BTS എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലോഗോ ആയിരുന്നു 2013 മുതൽ 2016 വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലോഗോ കൊണ്ട് അവരുദ്ദേശിച്ചത് ആർമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫാണ് നമ്മുടെ BTS എന്നും അതുപോലെ തന്നെ BTSനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ആർമി എന്നുമാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രൊട്ടക്ഷനെ ഈ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റിൻ്റെ ലോഗോ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ ആൽബത്തെ സൂചിപ്പിക്കുന്ന 2 ലോഗോസും കൂടെ പുറത്തിറങ്ങി. 2016 അവസാനത്തോടെയാണ് ഈ ലോഗോ പുറത്തിറങ്ങുന്നത്. 4 ഡിഫറെൻ്റ് പാറ്റേണിലുള്ള സർക്കിളുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അടിയിൽ വിങ്സ് എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ 2017 ഈ 4 സർക്കിളുകൾ എന്നുള്ള പാറ്റേൺ മാറി പകരം എംപ്റ്റി ആയ 4 നീല എക്ലിപ്സുകൾ ഉപയോഗിച്ചു. ഈ എക്ലിപ്സുകളുടെ ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവ മൂന്നുമാണ് 2013 അവർ അരങ്ങേറ്റം കുറിച്ചപ്പോൾ തൊട്ട് 2070 വരെ യൂസ് ചെയ്തതും അതുപോലെ തന്നെ ലോഗോയ്ക്ക് വന്ന മാറ്റങ്ങളും. അതിനുശേഷം 2017 നമ്മൾ ഇന്ന് കാണുന്ന പുതിയ ലോഗോ വന്നത്. 2017 സമ്മറിലായിരുന്നു ബാൻഡ് പുതിയ ലോഗോ ടൈപ്പ് അൺവീൽ ചെയ്തത്. ഈ പുതിയ ലോഗോ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പഴയതിൽ നിന്നൊക്കെ മാറി ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റൊക്കെ മാറ്റിയിട്ട് 2 ബ്ലാക്ക് ട്രപ്പിസോയിഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 ട്രപ്പിസോയിഡ്സും സിമ്മട്രിക്കലാണ്. അതേപോലെ തന്നെ രണ്ടും ഒരു മിറർ റിഫ്ലക്ഷൻ പോലെ തോന്നിക്കുന്നുണ്ട്. BTS എന്ന ബ്രാൻഡ് നെയിം കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ പുതിയ ലോഗോയിലൂടെ അവർ ബിയോണ്ട് ദ സീൻ എന്ന ഒരു പുതിയ മീനിങ് കൊണ്ടുവന്നു. BTS. അന്ന് ന്യൂ ലോഗോ ഇറങ്ങിയപ്പോൾ
കുറേ ന്യൂസ് ചാനൽസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തു ബി ടി എസിൻ്റെ ബ്രാൻഡ് നെയിം ചേഞ്ച് ചെയ്ത് ബിയോണ്ട് ദ സീൻസ് എന്നാക്കിയെന്ന്. പക്ഷെ അതിനുശേഷം നമ്മുടെ RM റിവീൽ ചെയ്തു അവരുടെ നെയിം ചേഞ്ച് ചെയ്തിട്ടില്ല. ബിയോണ്ട് ദ സീൻസ് എന്ന ഒരു അഡീഷണൽ മീനിങ് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന്. സ്റ്റിൽ BTS ഇംഗ്ലീഷിൽ ബുള്ളറ്റ് പ്രൂഫ് ബോയ് സ്കൗട്ട്സ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അല്ലാതെ ബിയോണ്ട് ദ സീൻ എന്ന് നെയിം ചേഞ്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രൂഫ് ഞാൻ ഇവിടെ കാണിക്കാം. BTS is beyond the scene in English. Bulletproof Boy Scout in Korean. Okay. Yeah. Okay. So that's what that is. Yeah. I'm no wiser. But many people consider it as the behind the scene, but which is not. Okay. No. But many people consider it as the behind the scene, but which is not. Okay. No. ഇനി ഈ പുതിയ ലോഗോ എന്തിനാണ് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പുതിയ ലോഗോ മീൻ ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് യൂത്ത് ഫ്രം പ്രജുഡീസ് എന്നാണ്. യുവാക്കളെ മുൻവിധികളിൽ നിന്ന് സംരക്ഷിക്കുക. അതോടൊപ്പം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതിന് പകരം അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരുവാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു. ഇനി ആ ലോഗോയുടെ ഇമേജ് ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് അകത്തേക്ക് ഹാഫ് ഓപ്പൺ ആയ ഒരു വാതിലാണ്. ഇത് ആർമി BTSനെ വാതിലിൽ കണ്ടുമുട്ടുന്നതിനെയാണ്. ഇത് BTS ട്വിറ്ററിൽ ഒഫീഷ്യലായി പോസ്റ്റ് ചെയ്യുകയും ഞങ്ങളും സൈന്യവും അതായത് ആർമിയും ഒന്നായി തീരാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തു. ഇതോടൊപ്പം നമ്മുടെ ആർമിയും BTSൻ്റെ ലോഗോയോട് സമാനമായ ഒരു പുതിയ ലോഗോ സൃഷ്ടിച്ചു. ഇത് മറുവശത്ത് മാത്രം തുറന്നിരിക്കുന്ന ഒരു വാതിലിൻ്റെ രൂപത്തിലായിരുന്നു. ഈ രണ്ട് ലോഗോസും ആർമിയും അതുപോലെ തന്നെ BTS മെമ്പേഴ്സും തമ്മിലുള്ള അടുപ്പം കാണിച്ചു തരുന്നുണ്ട്. ഈ പുതിയ ലോഗോസ് പാസ്റ്റിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ഭാവിയിലേക്കുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള വാതിലുകളിലൂടെ നടക്കുന്ന നമ്മുടെ ബോയ്സിനെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ അവർ കടന്നു പോകുമ്പോൾ അംഗങ്ങളെ അവരുടെ ബാലിശമായ ഇമേജിനെ പ്രതിനിധീകരിക്കുന്ന ആർമിയുമായി മുഖാമുഖം വരുന്നു. ഈ രണ്ട് ലോഗോസും പാസ്റ്റും അതുപോലെ തന്നെ ഫ്യൂച്ചറും പ്രതിനിധീകരിക്കുന്നതാണ്. ഈ പുറത്തേക്ക് ഹാഫ് ഓപ്പൺ ആയിരിക്കുന്ന ആർമിയുടെ ലോഗോ അകത്തേക്ക് ഹാഫ് ഓപ്പൺ ആയിരിക്കുന്ന BTSൻ്റെ ലോഗോയുടെ മുകളിലേക്ക് എടുത്തു വെച്ച് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സിംഗിൾ ലോഗോ ടൈപ്പ് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ആർമി എന്നുള്ള ലോഗോയിലെ എഴുത്ത് ഇൻവേർട്ട് ചെയ്ത് മുകളിൽ പ്ലേസ് ചെയ്യും. അതേപോലെ തന്നെ BTS എന്നുള്ള വേർഡ് ഈ സിംഗിൾ ലോഗോ ടൈപ്പിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യുകയും ചെയ്തു. ഈ എംബ്ലം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സിൽവർ കളറിൽ അല്ലെങ്കിൽ വൈറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ ലോഗോ ഡിസൈൻ ചെയ്തപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊറിയയിലെ ഒരു മികച്ച ഡിസൈൻ കൺസൾട്ടൻസിങ് സ്ഥാപനമാണ് ഈ വിഷ്വൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ലോഗോ വികസിപ്പിച്ചു തന്നെന്ന് ബിഗ് ഹിറ്റ് എൻ്റർടൈൻമെൻറ്റ് പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ഹിറ്റ് അതിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഏകദേശം ഒരു വർഷത്തെ ഈ പ്രോസസ്സിൻ്റെ അകത്ത് ബിഗ് ഹിറ്റിൻ്റെ സ്റ്റാഫുകളുടെയും ബാൻഡ് മെമ്പേഴ്സിൻ്റെയും സഹകരണവും റിസർച്ചും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആക്റ്റീവായ ഫാൻസിൻ്റെയും കുറേ വിഷസും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ലോഗോയെക്കുറിച്ചും അതിൻ്റെ മീനിങ്ങിനെക്കുറിച്ചും ആ ഇമേജസിൽ എന്താ ഉള്ളതെന്നും അത് ഡിസൈൻ ചെയ്തത് ആരാണെന്നും അറിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫോണ്ടും കൂടെ അവസാനമായിട്ട് നോക്കാം. BTS എന്ന് എഴുതിയിരിക്കുന്ന ഫോണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ സാൻസ് സെരിഫ് ഫോണ്ടിലാണെന്നു എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പുതിയ ലോഗോയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ബിയിലും എസ്സിലും നമുക്ക് കുറച്ച് സോഫ്റ്റ് ലൈൻസും അതുപോലെ തന്നെ കർവ്സും കാണാൻ പറ്റും. പക്ഷെ ടിയിൽ സ്ലാഷ്ഡ് എൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പഴയ ലോഗോയുടെ ഫോണ്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നല്ല ഫോണ്ട് തന്നെയാണ് ഈ ലോഗോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലോഗോയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും തീരാത്തത്ര പറയാനുണ്ട്. കാരണം
ഇത് ചേർത്ത് വെക്കുമ്പോൾ ഒരു ഷീൽഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് BTS എന്നുള്ള വേർഡ്, അതുപോലെ തന്നെ ആർമി എന്നുള്ള വേർഡ്സ് ഒക്കെ ഈ ലോഗോസിൽ നിന്ന് ഡീകോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള 2 ഇമേജസ് ഞാൻ കാണിച്ചു തരാം. അപ്പം BTSൻ്റെ ലോഗോസിൻ്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാത്ത പുതിയതെന്തെങ്കിലും നിങ്ങൾ ഈ ലോഗോസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇപ്പം തന്നെ കുറേ അധികം മീനിങ്സ് ഞാൻ ഈ ലോഗോസിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് മാത്രം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ പുതിയ ഇൻഫോർമേഷൻസുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.